Shalin's Kitchen Art. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്പെഷ്യൽ നാടൻ തേങ്ങാച്ചോറാണ്. 2 ഗ്ലാസ് ബിരിയാണി അരി കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയിൽ നിന്നെടുത്ത 1 ഗ്ലാസ് ഒന്നാം പാൽ, മിക്സിയുടെ ജാറിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്കായ, 1 കറുവാപ്പട്ട, 2 ഗ്രാമ്പു ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പൊ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം, അതായത് അരമുറി തേങ്ങ, 8 ഉള്ളി. ഇനി ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. പകുതി മുറിച്ച സവാള ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാല ചേർക്കാം. കുറച്ച് വേപ്പില ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. 2 പച്ചമുളക്. ഇനി നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച ബിരിയാണി അരി ചേർക്കാം. ഇത് ഞാൻ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പൊന്നിയരിയോ അല്ലെങ്കിൽ നമ്മൾ വെള്ള പുഴുക്കലരിയോ എടുക്കാവുന്നതാണ്. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് തിളപ്പിച്ച 3 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുവാണ്. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും ഉള്ളിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞളിടാം. മഞ്ഞൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് അധികം ഇടാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങയുടെ ഒന്നാം പാലാണിത്, അരമുറി തേങ്ങയിൽ നിന്നെടുത്ത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ വെള്ളം വറ്റാനുണ്ട്. നമുക്കിനി മൂടി വെക്കാം. ഇടയ്ക്ക് ഒന്നും കൂടെ ഇളക്കാം. കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റാനുണ്ട്. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ എണ്ണയോ നെയ്യോ ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ തേങ്ങയൊക്കെ അധികം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇനി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ തേങ്ങാച്ചോറ് നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വെച്ച് 15 മിനിറ്റ് ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും മസാലയുടെയൊക്കെ. അധികം മസാല നമ്മൾ ഇട്ടിട്ടില്ല. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നിനൊന്നൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറാണിത്. ഇത് നല്ല മീൻകറിയുടെ കൂടെയോ ഇറച്ചിയുടെ കൂടെയോ പച്ചക്കറിയുടെ കുറുമയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ നാടൻ സ്പെഷ്യൽ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.